ഗൈസ്, അപ്പോൾ അതേ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോകുമ്പോഴാണ് നമ്മുടെ ഈ പാമ്പ് മെയ്ക്കാട്ടുമന കേട്ടോ. ആ ബസ് പോണ വഴിയാണ്, ആ ബസ് പോണ വഴി പോണേ. അപ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞ ആ വഴി ഒന്ന് പോയിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വഴി നേരെ പോയാലാണ് നമ്മുടെ പാമ്പ് മെയ്ക്കാട്ടുമന വന്നത്. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല ഗൈസ്. ഇവിടെ ഒരു ബോർഡൊക്കെ കണ്ട പാമ്പ് മെയ്ക്കാട്ടുമന. അപ്പോൾ ഇതൊരു നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാമ്പ് മെയ്ക്കാട്ടുമനയുടെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല, പക്ഷേ പുറമേ നിന്നിട്ട് കാണാം കേട്ടോ. ഹിന്ദുക്കളൊക്കെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ചെരുപ്പൂരി ഇടണം. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കിടക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതിൻ്റെ കവാടമാണ് കേട്ടോ, പ്രവേശന കവാടമാണ്. ഈ പ്രവേശന കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1178 ആണ്ട് തുലാമാസം 24-ാം തീയതി 2002 നവംബർ 10 കമാനം പുതുക്കി പണിത്. അപ്പോൾ ഈ കമാനം പുതുക്കി പണിത ഒരു ഡേറ്റാണ് കാണുന്നത് കേട്ടോ. സർപ്പത്തിൻ്റെ ഒരു ടെമ്പിളാണ്. മതിലിലൊക്കെ കണ്ട സർപ്പത്തിൻ്റെ പ്രതിമകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു കിണറാണെന്ന് തോന്നുന്നു, പഴയൊരു കിണറാണെന്ന് തോന്നുന്നു. അതിന്മേലൊരു പാമ്പ് വന്നിരിക്കണ പോലെ ചെയ്തേക്കാണ്. ഇത് സംരക്ഷിച്ചേക്കാണ് കേട്ടോ. ഒരു മനയുടെ അകത്തേക്കുള്ള പ്രവേശന ദിവസങ്ങളാണ് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ. നമുക്ക് ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ മനയുടെ അകത്തേക്ക് പ്രവേശിക്കാം കേട്ടോ. മനയുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഷർട്ട്, ബനിയൻ, കൈലി എന്നിവ ധരിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഐറ്റംസോ ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. പുളിയാണ്, പുളിമരത്തിൻ്റെ ചുറ്റിനും. ഇതാണ് പാമ്പ് മെയ്ക്കാട്ടുമന. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അവിടെ കാണുന്ന അമ്പലത്തിൽ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. നല്ലൊരു കാവും പരിസരമൊക്കെ ഉണ്ട്. വളരെ ശാന്തമാണ്, നല്ലൊരു ശാന്തത നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് പക്ഷികളുടെ കളകളാരവും ശാന്തതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, അതുപോലെ തന്നെ മരങ്ങൾ ചുറ്റിനും ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് മരങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ പക്ഷികളുടെ നല്ല ആരവം കേൾക്കാം. പിന്നെ ഒരുപാട് ആമ്പിൾ സ്പേസ് ഉണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ ആ പുറകിൽ കണ്ടതായിരുന്നു നമ്മുടെ മന. ആ മനയിൽ കയറാനുള്ള ദിവസങ്ങളുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രസാദമൊന്നും ഇവിടെ നിന്ന് വലിച്ചെറിയരുതെന്നോ അല്ലെങ്കിൽ മതിലുമേലൊക്കെ വെച്ചിട്ട് പോകരുതെന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ വെക്കുന്നത് കൊണ്ട് തന്നെ സർപ്പകോപം ഉണ്ടാക്കരുതെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഈ കാണുന്നതാണ്, എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ പാമ്പും മെയ്ക്കാട്ടുമന. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും നമുക്കിത് കയറാൻ പാടില്ല എന്നുള്ള ഒരു ഇതിൽ ഞാനങ്ങനെ കയറാറില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് ആ ചേട്ടനാണ് പറഞ്ഞാൽ കയറിക്കോ, വേറെ കുഴപ്പമില്ല, അകത്തേക്ക് പോയിട്ട് വീഡിയോ ഒന്നും എടുക്കരുത്, ചെരുപ്പിടരുത് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇത് കണ്ട് നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ വന്ന് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നല്ല രസമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാം. അപ്പോൾ സർപ്പകോപം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പാമ്പ് മെയ്ക്കാട്ടുമനയുണ്ട്. നല്ലൊരു സംഭവമാണ്. വളരെ ശാന്തമായിട്ടുള്ള ഹിന്ദു ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയ നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ.